Coming to the video, now we are going to discuss about the topic chemotherapy. Chemotherapy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. ഒരു ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് റേഡിയേഷൻ, surgery and immunotherapy. So that we are here discussing alone about the chemotherapy, that is the anti-cancer drugs which is used for the cancer treatment. So coming to the topic, ഇപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ 2 ടെക്സ്റ്റ് ബുക്സ് ആണ്. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഓഫ് ഫാർമക്കോളജി ഫോർ ഡെന്റിസ്ട്രി KD Tripadi 2nd edition and review of pharmacology Sparsh Gupta 9th edition. So next we are discussing about anti-cancer drugs, immunosuppressant drugs. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഷയിൽ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഐദർ കിൽ ക്യാൻസർ സെൽസ് ഓർ മോഡിഫൈ ദർ ഗ്രോത്ത്. അപ്പോൾ ഏത് ഡ്രഗ് കൊടുത്താലും അത് ഒന്നെങ്കിൽ ക്യാൻസർ സെൽസിനെ കൊല്ലും, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെയോ അത് മോഡിഫൈ ചെയ്യും. അതാണ് ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, എന്തിനാണ് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് കീമോതെറാപ്പി യൂസ് ചെയ്യുന്നത്? ഫോർ വാട്ട് ഇറ്റ് ഈസ് എംപ്ലോയിഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോർ ക്യൂർ ഓർ പ്രൊലോങ്ഡ് റെമിഷൻ. അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാലിയേഷൻ. ഒരു പേഷ്യൻറ്റിന് മാക്സിമം എൻഡ് സ്റ്റേജ് ആകുമ്പോൾ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡ് പ്രോസസ്സായിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് പാലിയേറ്റീവ് കെയർ. അതിനും കീമോതെറാപ്പി യൂസ് ചെയ്യാം ആസ് എ ഡ്രഗ്. പിന്നെ നെക്സ്റ്റ് അഡ്ജുവൻറ്റ് കീമോതെറാപ്പി. അഡ്ജുവൻറ്റ് കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മോപ്പ് അപ്പ് എനി റെസിഡ്യുവൽ മാലിഗ്നൻറ്റ് സെൽസ് ആഫ്റ്റർ സർജറി ഓർ റേഡിയോതെറാപ്പി. ഒന്നെങ്കിൽ റേഡിയേഷൻ്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ റേഡിയേഷന് മുമ്പ് കൊടുക്കാം. ഇറ്റ്സ് എൻ അഡ്ജുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ. സോ ഇറ്റ് ഈസ് എൻ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി ഈസ് ഗിവൻ. ഇപ്പം നമ്മൾ ഈ ക്യാൻസറിൻ്റെ എന്തിനാണ് എംപ്ലോയ് ചെയ്യുന്നത്, വാട്ട് ആർ ദ യൂസേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് അറിയണം. ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ബോൺ മാരോ സപ്രഷൻ. ഇറ്റ് ഈസ് കോമൺ ഇൻ ഓൾ ഡ്രഗ്സ്. അതാണ് ഹൈലൈറ്റ് ആയിട്ട് എല്ലാ ഡ്രഗിനും കൊടുത്തിരിക്കുന്ന സൈഡ് എഫക്ട്സ്. അത് നിങ്ങൾ MCQസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. നെക്സ്റ്റ് അലോപേഷ്യ. അലോപേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് എയർ, കംപ്ലീറ്റ് ലോസ് ഓഫ് എയർ. അത് റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞിട്ടാണ് കൂടുതലും ലോസ് ഓഫ് ഹെയർ കാണുന്നത്. ലോസ് ഓഫ് ഹെയർ ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ വൺ ഓഫ് ദി കോമൺ സൈഡ് എഫക്ട്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂക്കോസൈറ്റീസ്. മ്യൂക്കോസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദി മ്യൂക്കോസ ഓർ ബക്കൽ മ്യൂക്കോസ. അത് ഫസ്റ്റ് ഓഫ് ദി സൈഡ് എഫക്റ്റ് കൂടുതലും കാണുന്നത് റേഡിയേഷനിലാണ്. റേഡിയേഷനിൽ നമ്മൾ ഇൻഫ്ലമേഷൻ ഓഫ് ദി മ്യൂക്കോസ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി കോമൺ സൈഡ് എഫക്ട്സ് ഓഫ് ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ബോൺ മാരോ സപ്രഷൻ. ബോൺ മാരോ സപ്രഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡിപ്രഷൻ ഓഫ് ബോൺ മാരോ ഈസ് യൂഷ്വലി ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡോസ് ലിമിറ്റിംഗ് ടോക്സിറ്റി വിത്ത് ക്യാൻസർ കീമോതെറാപ്പി. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഡോസ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ബോൺ മാരോ സപ്രഷൻ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്. അങ്ങനെയാണ് ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ ഡോസ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ചു, അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അതുപോലെ സൈഡ് എഫക്ട്സ് എന്താണ്. നെക്സ്റ്റ് ഇത് കോയിൻ ചെയ്ത ഹീറോ, ദ റിയൽ ഹീറോ പോൾ എൽറിച്ച്, ഹു കോയിൻ ദ വേർഡ് കീമോതെറാപ്പി. പോൾ എൽറിച്ച് ആണ് ദ കീമോതെറാപ്പി കോയിൻ ചെയ്തത്. ഹി വാസ് ദ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ് ദ കീമോതെറാപ്പി ഇൻ ടു ദ വേൾഡ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സെൽ സൈക്കിൾ എഫക്ട്സ് ഓഫ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ആണ്. നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ളതാണ് ദി സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആക്ഷൻ ഓഫ് ആൻ ആൻറ്റി ക്യാൻസർ ഡ്രഗ്. ഓരോരോ ഡ്രഗും ഓരോരോ സ്റ്റേജിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈക്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫോർ ഗോയിങ് ടു ദ ടോപ്പിക് സെൽ സൈക്കിൾ, ദ ഫേസസ് ഓഫ് സെൽ സൈക്കിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ G1 ഫേസ് ഇസ് ദെയർ, പിന്നെ S ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്, M ഫേസ് ഉണ്ട്. M ഫേസ് പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് G1 ഫേസ് ആയിട്ടുണ്ട്, പിന്നെ G0 ഫേസ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് G1 ഫേസ്? G1 ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രീ ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് ഇൻട്രവൽ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഉറുമ്പുകൾ ഫുഡ് ശേഖരിച്ച് വെക്കുന്നത് പോലെ നമ്മുടെ ന്യൂക്ലിക് ആസിഡ് സിന്തസിസിന് വേണ്ടിയിട്ട് ഇത് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് ഇൻട്രവലിലെ സമയത്ത് ഇത് ന്യൂക്ലിക് ആസിഡ് ശേഖരിച്ചു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് S ഫേസിൽ നടക്കുന്നതെന്ന് വെച്ചാൽ സിന്തസിസ് ഓഫ് DNA സിന്തസിസ് നടക്കും. നെക്സ്റ്റ്
പോസ്റ്റ് സിന്തറ്റിക് ഇൻ്റർവെൽ അതാണ് G2 ഫേസ്. പിന്നെ M ഫേസിൽ നമ്മൾ മൈറ്റോസിസ് എന്ന് പറയും. അതിനകത്ത് ഒക്കെ അറിയുന്ന ഫേസാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അനഫേസ്, പ്രൊഫേസ്, ടീലോഫേസ്, മെറ്റഫേസ്, അങ്ങനെ അവിടെ നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 2 G1 സെൽസ് ഉണ്ടാവും. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ 2 G1 സെൽസിൽ അവർ ഡയറക്റ്റ്ലി നെക്സ്റ്റ് സെൽ സൈക്കിളിലേക്ക് വേണ്ട എനർജി സ്റ്റോർ ചെയ്തിട്ട് അവർ നെക്സ്റ്റ് സെൽ സൈക്കിളിലേക്ക് പാസ് ചെയ്യും. അല്ലെങ്കിൽ അവർ G0 ഫേസ് റെസ്റ്റിംഗ് ഫേസിൽ ഇരിക്കും. അങ്ങനെ 2 ടൈപ്പ് G1 സെൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ G0 ഫേസ്, ഇറ്റ് ഈസ് എ റെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ പോളിഫറേറ്റിംഗ് സെൽസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രാക്ഷൻ ഓഫ് ദിസ് കോളിനോജനിക് മേ റിമെയിൻ ക്വിസൻ, അതായത് അവർ ആക്ട് ചെയ്യില്ല. ദ വിൽ ബി ക്വിസൻ ഫോർ എ വാരിയബിൾ പീരീഡ് ബട്ട് ക്യാൻ ബി റിക്രൂട്ടഡ് ഇൻ ദ സെൽ സൈക്കിൾ ഇഫ് സ്റ്റിമുലേറ്റഡ്. അത് നെക്സ്റ്റ് സെൽ സൈക്കിൾ വേണമെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് റെസ്റ്റിംഗ് സ്റ്റേജിൽ തന്നെയായിരിക്കും. ഇനി ഓരോ ഡ്രഗും ഓരോ ഫേസിലും ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് G1ലും S ഫേസിലും ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് എക്ടോപോസൈഡ്. പിന്നെ S ഫേസിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് ആൻറ്റിമെറ്റബിളൈറ്റ്സ്. G2ലും M ഫേസിലും ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് ബ്ലിയോമൈസിൻ, എക്ടോപോസൈഡ്. പിന്നെ M ഫേസിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് വിൻകാൽക്കലോയിഡ്, സ്റ്റാക്സീൻസ്, ഇക്സാബിപ്ലോയിൻ ആൻഡ് എസ്ട്രാമ്യൂസ്റ്റിൻ. പിന്നെ G1ലും S ഫേസിലും ആക്ട് ചെയ്യുന്ന സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക് ഡ്രഗ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സെൽ സൈക്കിൾ സ്പെസിഫിക് ആണ്. സോ ദേ ഹാവ് എൻ ആക്ഷൻ ടുവേർഡ്സ് എ സ്പെസിഫിക് സെൽ. ദേ വിൽ കിൽ ഓൺലി ദ സ്പെസിഫിക് സെൽ. അതാണ് സെൽ സൈക്കിൾ സ്പെസിഫിക് എന്ന് പറയുന്നത്. സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേ വിൽ കിൽ ബോത്ത് ഗുഡ് സെൽസ്, നോർമൽ സെൽസ് ആൻഡ് ക്യാൻസർ ഡിവൈഡിങ് സെൽസ്. അപ്പോൾ G1ലും S ഫേസിനിടയിൽ ആക്ട് ചെയ്യുന്നതാണ് പ്ലാറ്റിനം കോമ്പൗണ്ട്സ്. S ഫേസിനകത്ത് ആക്ട് ചെയ്യുന്നതാണ് ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സ്. G2നും M ഫേസിനകത്ത് ആക്ട് ചെയ്യുന്നതാണ് ആന്ത്രാസൈക്ലിൻ, സെൻടാക്ടിനോമൈസിൻ. പിന്നെ M ഫേസിൽ ആക്ട് ചെയ്യുന്നതാണ് മൈറ്റോസൈൻ ആൻഡ് ക്യാപ്റ്റോതെസിൻസ്. അപ്പോൾ മൈറ്റോസിസിൽ ആക്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഡ്രഗ്സ് എല്ലാം. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം. ചില ഡ്രഗ്സ് എല്ലാം കുറച്ച് ടഫാണ്, ബട്ട് വൺ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എല്ലാത്തിനും ഓർത്തു വെച്ചിരിക്കണം. പിന്നെ ഞാൻ താഴെ ഒരു ബ്ലോക്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വാട്ട് ഈസ് M4 മൈറ്റോസിസ്, G0 ഫോർ റെസ്റ്റിംഗ് ഫേസ്, G1 ഫോർ ആക്റ്റീവ് RNA സിന്തസിസ്, S ഫോർ DNA സിന്തസിസ് ആൻഡ് G2 ഫോർ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. ഇതും ഓർത്തു വെച്ചിരിക്കണം. സോ ദിസ് സ്ലൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ടോപ്പിക്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈറ്റോടോക്സിക് ഡ്രഗ്സിനെ കുറിച്ചാണ്. സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് തന്നെ. അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക്കും, നെക്സ്റ്റ് ഈസ് സെൽ സൈക്കിൾ സ്പെസിഫിക്കും. സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഒന്നുകിൽ കിൽ ദ റെസ്റ്റിംഗ് ആസ് വെൽ ആസ് ഡിവൈഡിങ് സെൽസ്. അതിനൊരു സ്പെസിഫിസിറ്റി ഇല്ല, എവിടെ പോയാലും അത് ആ സെൽസിനെ കൊല്ലും. അതായത് നോർമൽ സെൽസിനെയും ഡിവൈഡ് ചെയ്യുന്ന ക്യാൻസർ സെൽസിനെയും അത് കൊല്ലും. ദാറ്റ് ഈസ് സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക്. സെൽ സൈക്കിൾ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ കിൽ ഓൺലി ദ ആക്റ്റീവ്ലി ഡിവൈഡിങ് ക്യാൻസർ സെൽസിനെ മാത്രമേ കൊല്ലുള്ളൂ, നോർമൽ സെൽസിനെ കൊല്ലില്ല. സോ ദർ ആക്ഷൻ ഈസ് ഓൾവേസ് സ്പെസിഫിക്. അപ്പം സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക്കിനകത്ത് വരുന്ന ഡ്രഗാണ് മെക്ലോറത്തമീൻ, സൈക്ലോഫോസ്ഫമൈഡ് ആൻഡ് ക്ലോറംബ്യൂസൈൽ. നെക്സ്റ്റ് ഇതല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ചുകൂടി ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പേജ് നമ്പർ 313 ത്രിപതി റെഫർ ചെയ്യണം. KD ത്രിപതി 313. ഓക്കെ, നെക്സ്റ്റ് ഈസ് കില്ലിംഗ് ഓൺലി ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് എന്ന് പറഞ്ഞു. സെൽ സൈക്കിൾ സ്പെസിഫിക്. സോ അവരുടെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും S ഫേസ് ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ദ ടോക്സിറ്റി ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ S ഫേസ്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ ഓഫൺ ബിക്കം റെസിസ്റ്റൻറ്റ് ടു ഡ്രഗ് യൂസ് റിപ്പീറ്റഡ്ലി ഡ്യൂ ടു ദ സെലക്ഷൻ ഓഫ് ലെസ് റെസ്പോൺസീവ് സെൽസ്. അതായത് നമ്മളൊരു ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേ ഡ്രഗ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ട്യൂമറിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ദേ വിൽ റെസ്പോണ്ട് ഓൺലി ടു ലെസ് നമ്പർ ഓഫ് സെൽസ്. കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫാർമ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോർ ഓഫ് ഫാർമ, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ അറിയാണ്ട് നമുക്ക് ഫാർമയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് സ്റ്റെപ്പായിട്ട് അറിയണം. അതിനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് നിമോണിക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ള നിമോണിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച് നിമോണിക്സ് മാറ്റാം, ബട്ട് യു ഷുഡ് ബി അവെയർ ഓഫ് ദി ഡ്രഗ്സ്. സോ കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൽക്കലൈറ്റിംഗ് ഏജൻസിനെ കുറിച്ചാണ്. ആൽക്കലൈറ്റിംഗ് ഏജൻസ് 5 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ഈസ് നൈട്രജൻ മസ്റ്റാർഡ്സ്, സെക്കൻഡ് ഈസ് ഇഥൈലമൈൻസ്, ദെൻ തേർഡ് ഈസ് ആൽക്കൈൽ സൾഫോണേറ്റ്സ്, ദെൻ ഫോർത്ത് ഈസ് നൈട്രോസ് യൂറിയാസ് ആൻഡ് 5 ഈസ് ട്രയസിൻസ്. സോ വി വിൽ ബി ഗോയിങ് ഡീറ്റെയിൽ ടു ദ
ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നൈട്രജൻ മസ്റ്റാർഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് മെക്ലോറത്തമീൻ, സൈക്ലോഫോസ്ഫമൈഡ്, ഐസോഫോസ്ഫമൈഡ്, മെൽഫാലാൻ ആൻഡ് ക്ലോഡാംബ്യൂസിൻ. ഈ 5 ഡ്രഗ്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഓർത്ത് വയ്ക്കുന്നത്? ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഓരോ ഡ്രഗ് നിങ്ങൾ എടുക്കാം. എം എടുക്കുമ്പോൾ ഫസ്റ്റ്, സോ എം ഈസ് ഫോർ മേഴ്സി. സോ ഇപ്പോൾ ഒരു കൊറോണ ടൈമാണ്, അപ്പോൾ നമ്മൾ ഇവരെല്ലാം കൊറോണയായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ഓർക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊറോണയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ന്യൂമോണിക്സ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എം ഫോർ മെക്ലോറത്തമിൻ, സോ എം ഫോർ മേഴ്സി. സോ സൈക്ലോഫോസ്ഫമിൻ്റെ സി, ഇറ്റ് ഈസ് ഫോർ സൈക്കിൾ. മേഴ്സി ഓൺ സൈക്കിൾ. സോ ഐഫോസമൈഡിൻ്റെ ഐ, സോ ഇൻഫോസിസ്. സോ മേഴ്സി ഓൺ സൈക്കിൾ ടു ഇൻഫോസിസ്. സോ മെൽഫാലിൻ്റെ എം, മെറ്റ്. സോ ക്ലോറാംബ്യൂസിലിൻ്റെ സി. സോ മേഴ്സി ഓൺ സൈക്കിൾ ടു ഇൻഫോസിസ്, മെറ്റ് വിത്ത് കൊറോണ. അത്രയാണ് നൈട്രജൻ മസ്റ്റാർഡിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഇത്തലമീൻസ്. ഇത്തലമീൻസ് അത് 2 ഡ്രഗുള്ളൂ, അപ്പം നമുക്കതിന് കോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തയോ, ദാറ്റ് ഈസ് THIOTEPA, ഹെക്സാമെത്തലമൈൻ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആൽട്രറ്റമൈൻ. ഓക്കെ, ഈ 2 ഡ്രഗ് നിങ്ങളിങ്ങനെ ഓർത്ത് വയ്ക്കണം. നെക്സ്റ്റ് വരുന്നത് ആൽക്കൈൽ സൾഫോണൈഡ്സ്. അതിനകത്ത് ഒരെണ്ണേ വരുന്നുള്ളൂ, ദറ്റ് ഈസ് ബ്യൂസൾഫാൻ. എൻഡോസൾഫാൻ ഓർത്ത് വെച്ചാൽ മതി, ദറ്റ് ഈസ് ബ്യൂസൾഫാൻ. നെക്സ്റ്റ് വരുന്നത് നൈട്രോസ് യൂരിയാസ്. നമുക്ക് ഒരു കോഡ് ഉണ്ടാക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഴ്സി ഓൺ സൈക്കിൾ ടു ഇൻഫോസിസ്, മെറ്റ് വിത്ത് കൊറോണ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന 3 ഡ്രഗ് കാർമ്യൂസ്റ്റിൻ, ലോമ്യൂസ്റ്റിൻ ആൻഡ് സ്ട്രെപ്റ്റോസോസിൻ. അപ്പോൾ മേഴ്സി ഓൺ സൈക്കിൾ ടു ഇൻഫോസിസ്, മെറ്റ് വിത്ത് കൊറോണ. അപ്പോൾ മേഴ്സിയുടെ ഫ്രണ്ടാണ് സിമ്രിന് ഈ കൊറോണ ഉണ്ടോയെന്ന് ഡിറ്റക്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് നെഗറ്റീവ്. അങ്ങനെ നമുക്കത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ കാർമ്യൂസ്റ്റിൻ്റെ സി, കോൾ സിമ്രിൻ ഫോർ പേഴ്സണൽ ഡിറ്റക്ഷൻ, ദറ്റ് ഈസ് എസ്, ദെൻ ലോമ്യൂസ്റ്റിൻ, ദെൻ സ്ട്രെപ്റ്റോസോസിൻ. സോ കോൾ സിമ്രിൻ ഫോർ പേഴ്സണൽ ഡിറ്റക്ഷൻ, ഇറ്റ് വാസ് നെഗറ്റീവ്. അപ്പം നമ്മളത് ഓർത്ത് വെച്ചു. ഓക്കെ, അപ്പം നെഗറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവരി വൺ വിൽ ബി ഹാപ്പി. അപ്പം നമ്മൾ എന്താണ്, പാർട്ടി ഡിന്നർ ടൈം. അതാണ് നെക്സ്റ്റ് നമ്മൾ ഡ്രഗ് കോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രയസിൻസിനകത്ത് വരുന്ന പ്രോകാർബസിൻ, ഡാകാർബസിൻ ആൻഡ് ടിമോസോളമൈഡ്. അപ്പോൾ പ്രോകാർബസിൻ്റെ പി, ഡാകാർബസിൻ്റെ ഡി ആൻഡ് ടിമോസോളമൈഡിൻ്റെ ടി. സോ പാർട്ടി ഡിന്നർ ടൈം. ഇങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് പ്ലാറ്റിനം കോമ്പൗണ്ട്സ്. അപ്പോൾ പ്ലാറ്റിനം കോമ്പൗണ്ട്സിനകത്ത് വരുന്ന 3 ഡ്രഗ്സാണ് സിസ്പ്ലാറ്റിൻ, കാർബോപ്ലാറ്റിൻ ആൻഡ് ഓക്സിലിപ്ലാറ്റിൻ. അപ്പോൾ നമുക്കിതിനെ ഓർത്ത് വയ്ക്കാനായിട്ട് ഇപ്പോൾ സിസോമാൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ സിസോമാളിനെ ഓർമ്മിപ്പിക്കുന്ന ഈ രീതിയിലായിട്ടുള്ള ഒരു കോഡാണിത്. ഓക്കെ, ദറ്റ് ഈസ് സിസ്പ്ലാറ്റിൻ്റെ സിസും കാർബോപ്ലാറ്റിൻ്റെ ഓയും ഓക്സിലിപ്ലാറ്റിൻ്റെ ഓക്സ്. അപ്പോൾ സിസോക്സ്. ഓക്കെ, ദിസ് ഈസ് എ കോഡ് ഫോർ പ്ലാറ്റിനം കോമ്പൗണ്ട്സ്. ഇങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇത്ര നേരം നമ്മൾ കൊറോണ കുറച്ച് കോഡ് പറഞ്ഞു, ഇനി സിസോക്സിനെ കുറച്ച് കോഡ് പറഞ്ഞു. നമുക്ക് കുറച്ച് ഫിലിം ഫീൽഡിലോട്ട് പോകാം. സോ ആൻറ്റി മെറ്റബോളൈറ്റ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പിരമിഡിൻ അനലോഗ്സ്, നെക്സ്റ്റ് ഇസ് പ്യൂരിൻ അനലോഗ്സ്, പിന്നെ വരുന്നത് ഫോളിക് ആസിഡ് അനലോഗ്സ്. പിരമിഡിൻ അനലോഗ്സ് വരുന്നതാണ് 5-ഫ്ലൂറോയൂറാസിൽ, സിറ്റാർബിൻ, ജെമിസിറ്റാർബിൻ. പിന്നെ പ്യൂരിൻ അനലോഗ്സിന് എന്താണ് M6 മെർക്യാപ്റ്റോപ്യൂരിൻ, 6-തയോഗുവാനിൻ ആൻഡ് ക്ലാഡ്രിബിൻ ആൻഡ് പെൻഡോസ്റ്റാറ്റിൻ. പിന്നെ ഫോളിക് ആസിഡിനകത്ത് വരുന്നതാണ് മെത്തോട്രെക്സിഡ് ആൻഡ് പിമിട്രെക്സി. ഓക്കെ, അപ്പോൾ ഇനി പിരമിഡിൻ അനലോഗ്സിനെ നമ്മൾ എങ്ങനെ ഓർത്ത് വയ്ക്കാം? അപ്പോൾ നമ്മൾ 5 സിനിമ ഓഫ് ജെംസ് എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ 5-ഫ്ലൂറോയൂറാസിൻ്റെ 5ഉം ഇറ്റാർബിൻ്റെ സിയും ആൻഡ് ജെമിസിറ്റബിൻ്റെ ജിയും. അപ്പോൾ 5 സിനിമ ഓഫ് ജെംസ്. അപ്പോൾ ഈ 5 സിനിമ ഓഫ് ജെംസ് നമ്മൾ ഓർത്ത് വെച്ച് ഇനി ഇതാരെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമ്മൾ പ്യൂരിൻ അനലോഗ്സിലെ കോഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 6 മെർക്യാപ്റ്റോപ്യൂരിനെ മമ്മൂട്ടി, ദറ്റ് ഈസ് M ഫോർ മമ്മൂട്ടി, ആൻഡ് 6-തയോഗുവാനിൻ ഫോർ ടോവിനോ, ആൻഡ് ക്ലാഡ്രിബിൻ്റെ C ഫോർ ചാർലി ചാപ്ലിൻ, ആൻഡ് പെൻഡോസ്റ്റാറ്റിൻ്റെ P ഫോർ പൃഥ്വിരാജ്. ഓക്കെ, നെക്സ്റ്റ് ഫോളിക് ആസിഡിന് ഈ 5 ഫിലിം ആക്ടേഴ്സും കൂടി ഒരു മാറ്റ്നി പിക്ചേഴ്സിന് പോയിന്ന് ഓർക്കാം. ദാറ്റ് ഈസ് മെത്തോട്രെക്സിഡ്, മാറ്റ്നി ആൻഡ് പിമിട്രെക്സി, ദാറ്റ് ഈസ് പിക്ചേഴ്സ്. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് വിൻകാൽക്കുലൈഡ്സ് ആണ്. അപ്പോൾ വിൻകാൽക്കുലൈഡ്സിന് ഏതൊക്കെ ഡ്രഗ്സാണ് വേണ്ടത്? 1 ഈസ് വിൻക്രിസ്റ്റിൻ, 1 ഈസ് വിൻബ്ലാസ്റ്റിൻ. പിന്നെ ടാക്സിൻസിനകത്ത് വരുന്നത് പാൽസിടാക്സൈൽ ആൻഡ് ഡോക്സിടാക്സൈൽ. നെക്സ്റ്റ് വരുന്ന ഡ്രഗാണ് എപ്പിഡോഫിലോടോക്സിൻസ്, ദാറ്റ് ഈസ് എക്ടോപിസൈഡ്. എപ്പിഡോഫിലോടോക്സിൻസിനകത്ത് വരുന്നത് എക്ടോപിസൈഡ് ആണ്. പിന്നെ ക്യാംപ്റ്റോതെസിൻസിനകത്ത് വരുന്നത് ടോപ്പോടെക്കാൻ, ഐറിനോടെക്കാൻ. പിന്നെ ആൻറ്റി ട്യൂമർ ആൻറ്റിബയോട്ടിക്കിനകത്ത് വരുന്നത് ആക്ടിനോമൈസിൻ ഡി, ആന്ത്രാസൈക്ലിൻസ്. ഇതിന് നമുക്കൊരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വായിക്കുന്ന ഒരു കാർട്ടൂണായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂമോണിക്സ്. ദാറ്റ് ഈസ് ആക്ടിനോമൈസിലെ എ ആൻഡ് ആന്ത്രാസൈക്ലിനിലെ എ ആൻഡ്
ബ്ലിയോമൈസിനിൽ ബി ആൻഡ് ഡാക്നോമൈസിന് ഡി. ദാറ്റ് ഈസ് ആക്റ്റീവ് ആൻഡ് ബ്ലൂ ദ ഡാക്കിനി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് ഓർത്ത് വയ്ക്കാം. ആക്നോമൈസിൻ ഡി, ആന്ത്രാസൈക്ലിൻസ് ആൻഡ് ആന്ത്രാസൈക്ലിൻസിനകത്ത് വരുന്ന ഡ്രഗ്സ് ആണ് ഡാനോറുബസിൻ, ഡോക്സോറുബസിൻ, എപ്പിറുബിസിൻ ആൻഡ് ഇഡാറുബസിൻ ആൻഡ് മൈറ്റോസാൻഡ്രോൺ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ബ്ലിയോമൈസിൻ ആൻഡ് ഡാക്ടിനോമൈസിൻ. അപ്പോൾ ആക്റ്റീവ് ആൻഡ് ബ്ലൂ ദി ഡാക്കിനി. ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. കുറച്ച് ഡ്രഗ്സ് നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ചാർട്ട് പേപ്പറിനകത്ത് ഇത് എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാൾസിൽ ഒട്ടിച്ചിട്ട് ദിവസം രാവിലെ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റും. സോ ദർ ആർ അറൌണ്ട് 15 ചാപ്റ്റേഴ്സ് ഇൻ ഫാർമ, സോ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ആണ് നിങ്ങൾക്കത് ഓർക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഈ ഒരു ഫോളോ അപ്പ് എന്തായാലും ഇതിനു വേണ്ടി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിസ്ലേനിയസ് ഡ്രഗ്സ് ആണ്. മിസ്ലേനിയസ് ഡ്രഗ്സിനകത്ത് വരുന്നത് എന്താണ്? ഹൈഡ്രോക്സിയൂറിയ, പ്രോകാർബസിൻ, എൽ ആസ്പർഗിനീസ് ആൻഡ് സിസ്പ്ലാറ്റിൻ, കാർബോപ്ലാറ്റിൻ ആൻഡ് ഇമാറ്റിനിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സംതിങ് റിലേറ്റഡ് ടു കാർ ആയിട്ട് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് കുറച്ച് കാറായിട്ട് റിലേറ്റ് ചെയ്ത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൈഡ്രോക്സിയൂറിയയിലെ എച്ച് ഹൈഡ്രോളിക്, പ്രോകാർബസിനിലെ പ്രോകാർ ആൻഡ് എൽ ആസ്പർഗിനീസിൻ്റെ ലെഫ്റ്റ് ആൻഡ് സിസ്പ്ലാറ്റിൻ്റെ സിസ്, പിന്നെ കാർബോപ്ലാറ്റിൻ്റെ കാർ. അങ്ങനെ ഹൈഡ്രോളിക്, പ്രോകാർ, ലെഫ്റ്റ്, സിസ്, കാർ. ഓക്കെ, അപ്പോൾ നിങ്ങളിതിങ്ങനെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് ദ മിസ്ലേനിയസ് ഡ്രഗ്സ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺസ് ആൻഡ് റിലേറ്റഡ് ഏജൻസ്. ദാറ്റ് ഈസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആൻഡ് ഈസ്ട്രോജൻസ് ആൻഡ് പ്രൊജസ്റ്റിൻസ്, ഈസ്ട്രോജിൻസ് ആൻഡ് ആൻഡ്രോജിൻസ്. അതിൽ 1 ഓരോ ഡ്രഗ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇപ്പോൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിലാണെങ്കിൽ പ്രിഡിനിസോളോൺ, ആൻറ്റി ഈസ്ട്രോജൻസിലാണെങ്കിൽ നിങ്ങൾ SERMs എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ടാമോക്സിഫിൻ ആൻഡ് ഡോളോക്സിഫിൻ. അങ്ങനെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നെ പ്രൊജസ്റ്റിനകത്ത് വരുന്നത് മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈസ്ട്രോജൻസിനകത്ത് ഡൈ ഈത്തൈൽ സ്റ്റിൽബെസ്ട്രോൾ അല്ലെങ്കിൽ ഈത്തൈൽ എസ്ട്രാഡിയോൾ. പിന്നെ ആൻഡ്രോജനസിനകത്ത് വരുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇറ്റ് ഈസ് എ ഹോർമോൺ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു ഡ്രഗ് ഇങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ MCQയിൽ ദേ വിൽ ആസ്ക് ഹോർമോൺ റിലേറ്റഡ് ഏജൻസ്, ദേ വിൽ ഗിവ് യു ആൻ ഓപ്ഷൻസ് ആൻഡ് ചൂസ് ദ ഓഡ് വൺ. അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അതിനകത്തുള്ള ഓഡ് വണ്ണിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡ്രഗിൻ്റെ പേര് 1 നെയിം ഓരോന്നും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതിന് കൂടുതൽ ഓർത്ത് വയ്ക്കണം എന്നില്ല. ഈ മിസ്ലേനിയസും ഈ ലാസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സ്. അപ്പം നമ്മൾ ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സ് ക്ലാസിഫിക്കേഷനിൽ പഠിച്ചതാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡ്രഗ്സിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസും അതിൻ്റെ സൈഡ് എഫക്ട്സും പിന്നെ പെർട്ടിക്കുലറായിട്ട് കാണുന്ന ചില ഫീച്ചേഴ്സും ഉണ്ട്. അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. അത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. എല്ലാ ഡ്രഗും ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പഠിക്കണം എന്ന് പറയില്ല, പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്ത ചില പോയിൻറ്റ്സ് നോക്കി വയ്ക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് MCQസിന്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ആൽക്കലൈറ്റിംഗ് ഏജൻസിലോട്ട് വരാം. സോ ഇതൊരു സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക് ഡ്രഗാണ്. അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആക്ടിങ് ഓൺ ബോത്ത് റെസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡിവൈഡിങ് സെൽസിലും അത് ആക്ട് ചെയ്യും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ സെൽസിനെയും അതുപോലെ തന്നെ ഡിവൈഡിങ് ആക്റ്റീവ് ആയിട്ടുള്ള ക്യാൻസർ സെൽസിനെയും ആൽക്കലൈറ്റിംഗ് ഏജൻസ് കൊല്ലും. സോ N7-of-guanin ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഡ്രഗ്. ഓക്കെ, ദെൻ ഇതിന് ജനറൽ ആയിട്ട് ഒരു ടോക്സിസിറ്റി ഉണ്ട്. ഈ ആൽക്കലൈറ്റിംഗ് ഏജൻസിന് എല്ലാ ഡ്രഗ്സിനും ഉള്ള ഒരു ടോക്സിസിറ്റിയാണ്. ഫസ്റ്റ് ഈസ് ബോൺ മാരോ സപ്രഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡിപ്രഷൻ ഓഫ് ബോൺ മാരോ. ദെൻ ലിംഫോ റെറ്റിക്കുലർ ടിഷ്യൂ, സൈറ്റോപേനിയ, ദെൻ ഇൻഹിബിഷൻ ഓഫ് ലിംഫോസൈറ്റ് ഫങ്ഷൻ. അതൊക്കെ ലിംഫോ റെറ്റിക്കുലർ ടിഷ്യൂവിനെ ബാധിക്കുന്ന ജനറൽ ടോക്സിസിറ്റി ഓഫ് സൈറ്റോടോക്സിക് ഡ്രഗായ ആൽക്കലൈറ്റിംഗ് ഏജൻസിൻ്റെയാണ്. പിന്നെ GITന് അതെന്തൊക്കെയാണ് കോസ് ചെയ്യുന്നത്? മ്യൂക്കോസൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കോസ ഓഫ് ദി GI ട്രാക്ട്. ഓക്കെ, GI ട്രാക്ട് അതായത് ബ്ലിയോമൈസിനും ആക്ടിനോമൈസിനാണ് ആ ഡ്രഗിന് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്നത്. പിന്നെ ഡാനോറൂബസിൻ കോസ് ചെയ്യും, ഡോക്സോറൂബസിൻ കോസ് ചെയ്യും, ഫ്ലൂറോയുറാസിൽ കോസ് ചെയ്യും, മെത്തോട്രെക്സൈറ്റ് കോസ് ചെയ്യും. ഇതൊക്കെ GIT മ്യൂക്കോസൈറ്റിസ് കോസ് ചെയ്യും. നെക്സ്റ്റ് വരുന്ന ഒരു ടോക്സിറ്റിക് എഫക്റ്റാണ് അലോപേഷ്യ. ദാറ്റ് ഈസ് ലോസ് ഓഫ് ഹെയർ. ഇറ്റ് ഈസ് വെരി കോമൺ ഫോർ എല്ലാ ഡ്രഗിനും വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് അലോപേഷ്യ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഗൊണാഡ്സ്. ഗൊണാഡ്സിനകത്ത് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹിബിഷൻ ഓഫ് ഗൊണാഡ്സ്, അതായത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇറ്റ് വിൽ കോസ് ഒലിഗോസ്പേമിയ. ദെൻ ടെറാറ്റോജനിക് ടു ഫീറ്റേഴ്സ്. ഫീറ്റേഴ്സ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന മദറിൻ്റെ വൂമ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റേഴ്സിന് ടെറാറ്റോജൻ ടോക്സിസിറ്റി ഉണ്ടാക്കും. ഇപ്പോൾ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ഇറ്റ് ഈസ് കോൺട്രാൻഡിക്കേറ്റഡ്.
contraindicated. Almost all drugs are contraindicated in pregnancy, especially anti-cancer drugs. It will cause more teratotoxicity to the fetus. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ. പിന്നെ കാർസിനോജെനിസിറ്റി, അതായത് ക്യാൻസർ ടെൻഡൻസി, അതായത് സെക്കൻഡറി ആയിട്ട് ക്യാൻസർ വരാം, അതായത് ലുക്കീമിയ ക്യാൻസർ വരാൻ ടെൻഡൻസി കൂടുതലാണ് ഈ സൈറ്റോടോക്സിക് ഡ്രഗ്സ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചില മരുന്ന് ചിലതിന് ദോഷമായിരിക്കും, ചില മരുന്ന് ചിലതിന് യൂസ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോയൂറിസീമിയ, അതായത് യൂറിക് ആസിഡ് അളവ് കുറേ കൂടുന്നത് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമുക്ക് വരുന്നതാണ് ഗൗട്ട്, യൂറേറ്റ് സ്റ്റോൺ ഇൻ യൂറിനറി ട്രാക്ട്, മൂത്രത്തിൽ കല്ല് വരാമെന്ന് പറഞ്ഞ അതുപോലെ തന്നെ ഗൗട്ട് എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ വരും. അതെല്ലാം ഇതിൻ്റെ ഒരു ടോക്സിറ്റി ആയിട്ട് വരുന്നതാണ്. ദാറ്റ് ഈസ് ഹൈപ്പർ യൂറിസീമിയ. അപ്പം നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില പോയിൻറ്റ്സ് ഉണ്ട്. അത് ഞാനിങ്ങനെ സ്റ്റാർ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കുറച്ച് ഫോക്കസ് ചെയ്യണം. അതിനാണ് ഞാൻ സ്റ്റാർ പോലെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ആർ ദ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നൈട്രോസ്യൂരിയ. ഇപ്പോൾ ഫസ്റ്റ് ഹൈലൈറ്റിംഗ് പോയിൻ്റ് ആണ്, ദാറ്റ് ഈസ് നൈട്രോസ്യൂരിയ ക്യാൻ കോസ് ഡിലേഡ് ന്യൂട്രോപ്പീനിയ. ഓക്കെ. സോ ദാറ്റ് ദ ബ്ലഡ് ലെവൽ, ന്യൂട്രോഫിലിൻ്റെ ലെവൽ കുറയാൻ പറ്റും നൈട്രോസ്യൂരിയ കൊടുത്തു കഴിഞ്ഞാൽ. ഇറ്റ് വിൽ കോസ് ഡിലേഡ് ന്യൂട്രോപ്പീനിയ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്ലോഫോസ്ഫമൈഡ് ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ വെഗ്നേഴ്സ് ഗ്രാനുലോമെറ്റോസിസ്. വെഗ്നേഴ്സ് ഗ്രാനുലോമെറ്റോസിസ് എന്ന് പറഞ്ഞ ഡിസീസിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് സൈക്ലോഫോസ്ഫമൈഡ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി ആസ്പെക്ട് ഓഫ് MCQs. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. വെഗ്നേഴ്സ് ഗ്രാനുലോമെറ്റോസിസ്. ടിമോസോളമൈഡ് ഈസ് എൻ അൽക്കലൈറ്റിംഗ് ഏജൻറ്റ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ഓറലി. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഓരോരോ ഡ്രഗും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ പറയുന്നത്. ഇപ്പോൾ MCQ പോയിന്റ് ഓഫ് നോക്കുകയാണെങ്കിൽ ഇന്ന പോയിൻറ്റ്സ് ആണ് അത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സൈക്ലോഫോസ്ഫമൈഡ്. സൈക്ലോഫോസ്ഫമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പ്രോ ഡ്രഗ്. അത് ഓരോ ഡ്രഗ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതിനൊരു മെയിനായിട്ട് ഒരു ഡ്രഗ് ഉണ്ടാവും. ആ ഡ്രഗ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സൈക്ലോഫോസ്ഫമൈഡ് ഈസ് എ പ്രോ ഡ്രഗ് ആൻഡ് ഇറ്റ്സ് എ കോമൺ ഡ്രഗ് ഇൻ ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ഹെപ്പാറ്റിക് ബയോ ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്തായിട്ട്? ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ടു ആൽഡോഫോസ്ഫമൈഡ് ആയിട്ടാണ് ഹെപ്പാറ്റിക് ബയോ ട്രാൻസ്ഫോർമേഷൻ വഴി സൈക്ലോഫോസ്ഫമൈഡ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഡ്രഗ് ഈസ് ഐസോഫോസ്ഫമൈഡ്. ഐസോഫോസ്ഫമൈഡ് ഇറ്റ് ഈസ് മോർ ന്യൂറോടോക്സിക് ആണ്. അപ്പോൾ സൈക്ലോഫോസ്ഫമൈഡ് ഒരു അളവ് വരെ ന്യൂറോടോക്സിറ്റി കോസ് ചെയ്യും. അത് വിട്ട് ഐസോഫോസ്ഫമൈഡ് കൂടുതലും ന്യൂറോടോക്സിക് ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇത് ഒരുപാട് MCQ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് മോർ ന്യൂറോടോക്സിക് ദാൻ സൈക്ലോഫോസ്ഫമൈഡ്, ദാറ്റ് ഈസ് ഐസോഫോസ്ഫമൈഡ്. ഐസോഫോസ്ഫമൈഡിൻ്റെയും സൈക്ലോഫോസ്ഫമൈഡിൻ്റെയും ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ് ആണ് ആക്രോലിൻ. ആക്രോലിൻ എന്ന് പറയുന്ന അതിൻ്റെ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹെമറേജിക് സിസ്റ്റൈറ്റിസ്. ഓക്കെ. ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷന് കാരണക്കാരനായിട്ടുള്ള രണ്ട് ഡ്രഗ്സാണ് ഐസോഫോസ്ഫമൈഡും സൈക്ലോഫോസ്ഫമൈഡും. ആ ഐസോഫോസ്ഫമൈഡിനും സൈക്ലോഫോസ്ഫമൈഡിനും നിന്ന് വരുന്ന ഒരു ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ് ആണ് ആക്രോലിൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഹെമറേജിക് സിസ്റ്റൈറ്റിസ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഡ്രഗാണ് മെക്ലോറത്തമിൻ. ഇറ്റ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് യൂസ് ഇൻ ഹോട്ട്സ്കിൻസ് ഡിസീസ്. ഹോട്ട്സ്കിൻസ് ഡിസീസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രഗാണ് മെക്ലോറത്തമിൻ. ഇറ്റ്സ് എ പവർഫുൾ വെസിക്കൻ. അത് ഓർത്ത് വയ്ക്കണം. മെക്ലോറത്തമിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോട്ട്സ്കിൻ ഡിസീസ്. It is a powerful drug and it is used as a powerful vesican. Next, melphalan. Melphalan, it is a choice of drug for multiple myeloma. Multiple myeloma treat and use in a drug ആണ് melphalan. സോ നമ്മൾ നേരത്തെ ഹെമറേജിക് സിസ്റ്റൈറ്റീസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ വാട്ട് ഈസ് ഹെമറേജിക് സിസ്റ്റൈറ്റീസ്? അപ്പോൾ ഒരു മെറ്റബോളിക് വരുന്ന ഒരു പ്രോബ്ലമാണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻറ്റ് ആക്രോലിനാണ്. ഇറ്റ്സ് എ ഡിഗ്രഡേഷൻ പ്രോസസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഐസോഫോസ്ഫമൈഡ് ആൻഡ് സൈക്ലോഫോസ്ഫമൈഡ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മെറ്റബോളിക് ഏജൻറ്റ് ദാറ്റ് ഈസ് എ ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ആക്രോലിൻ. അപ്പോൾ അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് മെസ്ന. മെസ്ന എന്ന് പറയുന്നത് ഡ്രഗാണ് ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ള treatment agent. So mesna, it will cause, one of the side effects of mesna is abortion. It will cause abortion tendency. അടുത്ത സ്ലൈഡിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സൈറ്റോടോക്സിക് എഫക്റ്റും അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റും പറയുന്നതായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നതാണ് സോഡിയം ടുമെർകാപ്റ്റോ എയ്റ്റൈൻ. സോ ഇറ്റ് ഈസ് എ സൾഫോണിക് ആസിഡ്. മെസ്നയുടെ മറ്റൊരു ഡ്രഗ് കെമിക്കൽ നെയിമാണ് സോഡിയം ടുമെർകാപ്റ്റോ ഈത്തൈൻ സൾഫോണിക് ആസിഡ്. ഇത് നിങ്ങൾക്ക് MCQസിൽ ചോദിച്ചിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ടാണ് ഈ സ്റ്റാർ പോയിൻറ്റ്സ് ഇട്ട പോയിൻറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഓർത്തു വയ്ക്കണം. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിലും ഈ പോയിൻറ്റ്സ് കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MCQസിലും ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ sodium to mercaptoethane sulfonic acid mesna is used to ameliorate the hemorrhagic cystitis caused by cyclophosphamide and isophosphamide. അപ്പോൾ ഇത് ഹെമറേജിക് സിസ്റ്റൈറ്റിസ് കോസ് ചെയ്യുന്ന ആ സൈഡ് എഫക്ട്സ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ് മെസ്ന. ദാറ്റ് ഈസ് സോഡിയം ടു മെർകാപ്റ്റോഇഥേൻ സൾഫോണിക് ആസിഡ്. നൈട്രോസൂരിയ നെക്സ്റ്റ് ഡ്രഗാണ് നൈട്രോസൂരിയ ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്. ഇറ്റ് വിൽ ക്രോസ് എ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ അതിൻ്റെ ആക്ഷൻ കൂടുതൽ എഫക്റ്റീവ് ആണ്, കാരണം അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നതാണ്. ദാറ്റ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കണം. നൈട്രോസൂരിയ ഇറ്റ് ക്യാൻ കോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. നെക്സ്റ്റ് വരുന്ന ഡ്രഗാണ് സ്ട്രെപ്റ്റോസോസിൻ ക്യാൻ ഡിസ്ട്രോയ് ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്. അപ്പം നമ്മുടെ ഐലറ്റ്സ് ഓഫ് പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസിനെ അത് ഡിസ്ട്രോയ് ചെയ്യും. സോ ആൻഡ് ഇസ് ദസ് യൂസ് ഫോർ ഐസൊലേറ്റ് സെൽ ട്യൂമേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് സ്ട്രെപ്റ്റോസോസിൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിസ്റ്റൻറ്റീവ് ടോക്സിറ്റി. ഓരോ ആൽക്കലൈറ്റിംഗ് ഏജൻസിനും ഒരു പെക്യുലർ ആയിട്ടുള്ള ടോക്സിസിറ്റീൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡ്രഗും അതിൻ്റെ ടോക്സിറ്റിയാണ് നമ്മൾ ഈ ടാബ്ലർ കോളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈക്ലോഫോസ്ഫമൈഡ് കോസ് ചെയ്യുന്നതാണ് അലോപേഷ്യ, ഹെമറേജിക് സിസ്റ്റൈറ്റിസ് ആൻഡ് സിസ്റ്റമിക് ആൻറ്റിഡ്യൂററ്റിക് ഹോർമോൺ ഡിസീസ്. Then isophosphamide cause ചെയ്യുന്നതാണ് hemorrhagic cystitis and SIDH. Then busulfan cause ചെയ്യുന്നതാണ് pulmonary fibrosis, hyperpigmentation and adrenal insufficiency. നെക്സ്റ്റ് വരുന്നത് പ്രോകാർബസിൻ കോസ് ചെയ്യുന്നതാണ് secondary leukemias, disulfiram like reactions and behavioral changes and CNS depression. അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ന്യൂറോളജിക്കൽ ഡിഫോമിറ്റീസ്, ഡൈസൾഫിറം ലൈക്ക് ഒരു തരം ഉന്മാദ അവസ്ഥ അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് പോലെയൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നതാണ് സിസ്പ്ലാറ്റിൻ. ദാറ്റ് വിൽ കോസ് എമിസിസ് ഉണ്ടാക്കും, നെഫ്രോടോക്സിസിറ്റി, പെരിഫറൽ സെൻസറി ന്യൂറോപ്പതി ആൻഡ് ഓട്ടോടോക്സിറ്റി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡ്രഗാണ് ദാറ്റ് ഈസ് റിറ്റുക്സിമാബ്. ഇറ്റ് ഈസ് എ മോണോക്ലോണൽ ആൻറ്റിബോഡി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് non-Hodgkin lymphoma. That is used for the treatment of rituximab is used for the treatment of non-Hodgkin lymphoma. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡ്രഗ് പ്ലാറ്റിനം കോമ്പൗണ്ട്സ് ആണ്. പ്ലാറ്റിനം കോമ്പൗണ്ട്സിൻ്റെ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ന്യൂസിയും വോമിറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് കോമൺ ഇൻ ഓൾ ആൻറ്റി ക്യാൻസർ ഡ്രഗിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സൈഡ് എഫക്ട്സ് ആണ് നോസിയ, വോമിറ്റിംഗ്. ദാറ്റ് ഈസ് മാക്സിമം എമംഗ് ഓൾ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്. നെക്സ്റ്റ് വരുന്നത് സിസ്പ്ലാറ്റിൻ ആണ്. അതിനകത്ത് വരുന്ന സിസ്പ്ലാറ്റിൻ വരുന്നുണ്ട്, കാർബോപ്ലാറ്റിൻ വരുന്നത്, നമ്മൾ സിസ് ഓക്സ് പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ കോഡ് ഫോർ പ്ലാറ്റിനം കോമ്പൗണ്ട്സ്. അപ്പോൾ സിസ്പ്ലാറ്റിനകത്ത് വരുന്നത് ഇറ്റ് ഈസ് മോർ നെഫ്രോടോക്സിക്. ദെൻ കാർബോപ്ലാറ്റിൻ ഇറ്റ് ഈസ് ഹെമാറ്റോടോക്സിക്, ബ്ലഡ് ടോക്സിറ്റി കൂടുതലാണ്. പിന്നെ ഓക്സിലിപ്ലാറ്റിൻ ഇറ്റ് ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ദ സെൽ ഷോയിങ് റെസിസ്റ്റൻസ് ടു സിസ്പ്ലാറ്റിൻ ഓർ കാർബോപ്ലാറ്റിൻ. അതായത് നമ്മൾ ഓക്സിലിപ്ലാറ്റിൻ എഫക്റ്റീവ് ആണ് സെൽസ് അഗെയിൻസ്റ്റ് ദ സെൽ ഷോയിങ് റെസിസ്റ്റൻസ് ടു സിസ്പ്ലാറ്റിനും കാർബോപ്ലാറ്റിനും റെസിസ്റ്റൻസ് കാണിക്കുന്ന സെൽസിന് എഗെയിൻസ്റ്റ് ആണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡോസ് ലിമിറ്റിംഗ് ടോക്സിസിറ്റി. ഈ ഓക്സിലിപ്ലാറ്റിന് ഡോസ് ലിമിറ്റിംഗ് ടോക്സിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ന്യൂറോടോക്സിറ്റി, ദാറ്റ് ഈസ് പെരിഫറൽ ന്യൂറോപ്പതിയാണ് ഓക്സിലിപ്ലാറ്റിൻ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എമിഫോസ്റ്റി എന്ന് പറഞ്ഞ ഡ്രഗാണ്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഫോർ റിഡക്ഷൻ ഓഫ് സിസ്പ്ലാറ്റിൻ ഇൻഡ്യൂസ്ഡ് നെഫ്രോടോക്സിറ്റി. സിസ്പ്ലാറ്റിൻ നേരത്തെ ഞാൻ പറഞ്ഞു നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ സിസ്പ്ലാറ്റിൻ ഉണ്ടാക്കുന്ന നെഫ്രോടോക്സിസിറ്റി റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് എമിഫോസ്റ്റിൻ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറ്റ് വിൽ റെഡ്യൂസ് ദ സെറോസ്റ്റോമി ആൻഡ് പേഷ്യൻസ് അണ്ടർഗോയിങ് ഇറേഡിയേഷൻ. അപ്പോൾ എമിഫോസ്റ്റിൻ ഇറ്റ് ഇസ് എ റിഡക്ഷൻ ഓഫ് സിസ്പ്ലാറ്റിൻ ഇൻഡ്യൂസ് നെഫ്രോടോക്സിറ്റി ആൻഡ് റെഡ്യൂസ് ദ സെറോസ്റ്റോമി റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് എമിഫോസ്റ്റിൻ ടു പേഷ്യൻസ് അണ്ടർഗോയിങ് irradiation. Cisplatin it is used as associated with development of acute myeloid leukemia. അതായത് സിസ്പ്ലാറ്റിൻ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയുടെ ഡെവലപ്മെൻ്റ് ആയിട്ട് അസോസിയേറ്റഡ് ആണ്. അത് മാത്രമല്ല സിസ്പ്ലാറ്റിൻ ഏറ്റവും കൂടുതൽ എമറ്റോജനിക് ആൻറ്റി ക്യാൻസർ ഡ്രഗാണ്. ഏറ്റവും കൂടുതൽ വൊമിറ്റിംഗ് ടെൻഡൻസി കോസ് ചെയ്യുന്ന ആൻറ്റി ക്യാൻസർ ഡ്രഗാണ് സിസ്പ്ലാറ്റിൻ നമുക്ക് വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്ത, അതായത് 5H3 ആൻറ്റി അഗോണിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ലൈക്ക് ഓണ്ടാസ്റ്റാറ്റിൻ. അതായത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ സിസ്പ്ലാറ്റിൻ ഇൻഡ്യൂസ് വൊമിറ്റിംഗ് എന്ന് പറയുന്നത് ഓണ്ടാസ്റ്റാറ്റിൻ ആണ്. കാരണം ഈ സിസ്പ്ലാറ്റിൻ എമറ്റോജനിക് ഡ്രഗാണ്, ഏറ്റവും കൂടുതൽ എമറ്റോജനിക് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് സിസ്പ്ലാറ്റിൻ. അതിൻ്റെ ആ ഒരു ടെൻഡൻസി, ആ വോമിറ്റിംഗ് ടെൻഡൻസി ഇൻഡ്യൂസ്ഡ് ബൈ 5HT3 ആൻറ്റഗോണിസ്റ്റ്, അത് നിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഓണ്ടാസ്റ്റാറ്റിൻ. ഇറ്റ് ഈസ് ആൻ ആൻറ്റി എമിറ്റിക് ഡ്രഗ്. സിസ്പ്ലാറ്റിൻ ഏറ്റവും കൂടുതൽ എമിറ്റിക്കും നെഫ്രോടോക്സിക് ഡ്രഗാണ് ആൻറ്റി ക്യാൻസർ ഡ്രഗിൽ. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങളത് ഓർത്ത് വയ്ക്കണം. ഇറ്റ് ഈസ് ആൻ എമിറ്റിക് ആൻഡ് നെഫ്രോടോക്സിക് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്. അടുത്ത ഡ്രഗ് കാറ്റഗറി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി മെറ്റബോളൈറ്റ്സ് ആണ്.
ആൻറ്റിമെറ്റബോളൈറ്റ്സ് എന്താണ്? ദിസ് ഡ്രഗ്സ് ആക്ട് ഇൻ ദ എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഡ്രഗിനും ഓരോ സെൽ ഫേസിലും ഓരോ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ സെൽ ഫേസിൽ ഓരോ ഡ്രഗ് ആക്ട് ചെയ്യും. അപ്പോൾ ആൻറ്റിമെറ്റബോളൈറ്റീസ് ആക്ട് ചെയ്യുന്നത് എസ് ഫേസ് ഓഫ് സെൽ സൈക്കിളാണ്. അത് സെൽ സൈക്കിൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗാണ്. ഇറ്റ് വിൽ കിൽ ഒൺലി ദി ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിനെ മാത്രമേ അത് കൊല്ലുകയുള്ളൂ. ബാക്കിയുള്ള സെൽസിനെ അത് തൊടുകയില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രഗ്സ് പോസസ് ഇമ്മ്യൂണോസപ്രസീവ് പ്രോപ്പർട്ടീസ്. ഇത് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണോസപ്രസീവ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഡ്രഗ് ആണ്. ദാറ്റ് ഈസ് ആൻറ്റിമെറ്റബോളൈറ്റ്സ്. അപ്പാർട്ട് ഫ്രം ദർ ആൻറ്റി നിയോപ്ലാസ്റ്റിക് എഫക്ട്സ് മാത്രമല്ലാണ്ട് ഇതിന് കൂടുതൽ കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇമ്മ്യൂണോസപ്രസീവ് പ്രോപ്പർട്ടീസ്. സോ മെത്തോട്രെക്സേറ്റ് ആൻഡ് പെമിട്രെക്സേറ്റ് ആർ ദ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ്. അതിൻ്റെ ഫംഗ്ഷൻ അതെങ്ങനെയാണ് ആക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഹിബിറ്റേഴ്സ് ഡൈഹൈഡ്രോഫ്ലോറേറ്റ് റിഡക്ടേസ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ DNA സിന്തസിസ്. സോ എസ് ഫേസിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷന് അത് ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് മെത്തോട്രെക്സേറ്റും പെമിട്രെക്സേറ്റും ആക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മെത്തോട്രെക്സേറ്റ് ആൻറ്റിമെറ്റബോളൈറ്റ്സിലൊരു ഡ്രഗാണ് മെത്തോട്രെക്സേറ്റ്. അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ it is used for 6 things. That is like we can അതിനെ നമുക്ക് എളുപ്പത്തിൽ ഓർക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാൻസർ എന്ന് പറഞ്ഞ ടേം. ഇറ്റ് ഇസ് എ ന്യൂമോണിക്സ് യൂസ്ഡ് ഫോർ യൂസസ് ഓഫ് മെത്തോട്രെക്സേറ്റ്. ദാറ്റ് ഈസ് C for Crohn's disease, A for abortion, and N for non-Hodgkin's lymphoma, and C for choriocarcinoma, and E for ectopic pregnancy, and R for rheumatoid arthritis. ഇതാണ് യൂസസ് ഓഫ് മെത്തോട്രെക്സേറ്റ്. ഒരു ഇമ്യൂണോസപ്രസൻ ഏജൻറ്റ് കൂടിയാണ്. അത് ഇമ്യൂണോസപ്രഷൻ ഇൻഹിബിറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് മെത്തോട്രെക്സേറ്റ്. അത് മെത്തോട്രെക്സേറ്റിന് സ്റ്റാർ പോയിന്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കൊറിയോകാർസിനോമ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളടുത്ത് സ്റ്റാർ പോയിന്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ മെത്തോട്രെക്സേറ്റ് ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കൊറിയോകാർസിനോമ. ഇനി ഗസ്റ്റേഷണൽ ട്രോഫോപ്ലാസ്റ്റിക് ഡിസീസിനും അത് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് ക്യാൻസറിന് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഗസ്റ്റേഷണൽ ട്രോഫോപ്ലാസ്റ്റിക് ഡിസീസ്. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഗസ്റ്റേഷണൽ ട്രോഫോപ്ലാസ്റ്റിക് ഡിസീസ്. മെത്തോട്രെക്സേറ്റിൻ്റെ വേറെ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ്, നമ്മളിപ്പോൾ അതിനൊരു ടാബ്ലർ കോളമാക്കിയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ്. ഓക്കെ, സോ മെത്തോട്രെക്സേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ജുവനൈൽ ക്രോണിക് ആൻത്രൈറ്റിസ്, ആൻക്ലൈസിങ് സ്പോണ്ടൈലൈറ്റിസ്, ഡെർമാറ്റോമയോസൈറ്റിസ്, ജൈന്റ് സെൽ ആർത്രൈറ്റിസ് ആൻഡ് വാസ്കുലൈറ്റിസ് ആൻഡ് ക്യാൻസേഴ്സ് സച്ച് ആസ് കൊറിയോകാർസിനോമ ആൻഡ് ബ്രസ്റ്റ് കാർസിനോമ. അടുത്തത് വരുന്നത് സോറിയാസിസ്, പിന്നെ സോറിയാട്ടിക് ആർത്രൈറ്റിസ്, പോളിമയോസൈറ്റിസ്, വെഗ്നസ് ഗ്രാനുലോമാറ്റോസിസ്. അപ്പം നമ്മൾ വെഗ്നസ് ഗ്രാനുലോമാറ്റോസിസ് നേരത്തെ പഠിച്ചതാണ്, നിങ്ങൾ ഓർത്തു വയ്ക്കണം. പിന്നെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ഈ എല്ലാ കാറ്റഗറി ഓഫ് ട്രീറ്റ്മെൻറ്റ്സിനും മെത്തോട്രെക്സേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കൊറിയോകാർസിനോമ. ദാറ്റ് ഈസ് മെത്തോട്രെക്സേറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊറിയോകാർസിനോമ. മെത്തോട്രെക്സേറ്റ് ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാസിസ് ആൻഡ് എക്ടോപിക് പ്രഗ്നൻസി. അപ്പോൾ നേരത്തെ പറഞ്ഞ യൂസസ് അല്ലാണ്ട് മെത്തോട്രെക്സേറ്റ് യൂസ് ചെയ്യുന്ന അടുത്ത മാനേജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാസിസ് ആൻഡ് എക്ടോപിക് പ്രഗ്നൻസിക്ക് മെത്തോട്രെക്സേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡ്രഗ് കാറ്റഗറിയാണ് പെമിട്രെക്സേറ്റ്. അത് എന്തിനെ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മീസോത്തീലിയോമ. മീസോത്തീലിയോമ എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ ഒരു ട്യൂമറാണ്. ഇറ്റ് ക്യാൻ ബി എനി മസിൽസ് ഇൻ ദ ബോഡി. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് പെമിട്രെക്സേറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ആണ്. മെത്തോട്രെക്സേറ്റിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാ ഡ്രഗ്സിനും ബോൺ മാരോ സപ്രഷൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ മ്യൂക്കോസൈറ്റീസും ഉണ്ട് ഈ മെത്തോട്രെക്സേറ്റ്. അപ്പോൾ മെത്തോട്രെക്സേറ്റിൻ്റെ ടോക്സിറ്റി, ഇപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാനൊരു ബോക്സിനകത്ത് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ടോക്സിറ്റി ഓഫ് മെത്തോട്രെക്സേറ്റ് ടു നോർമൽ സെൽസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അഡ്മിനിസ്ട്രേഷൻ ഓഫ് N10 ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ്. ആ ഒരു ഡ്രഗിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് നോർമൽ സെൽസിന് വരുന്ന മെത്തോട്രെക്സേറ്റിൻ്റെ ടോക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് N10 ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ്. കുറച്ച് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അത് വായിക്കണം, അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും. ഇറ്റ് ഈസ് എ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ സിട്രോവോറം ഫാക്ടർ അല്ലെങ്കിൽ ലൂക്കോവോറിൻ എന്നും പറയും. ഇതിന് എന്താണ് പറയുന്നത്? ഫോളിനിക് ആസിഡ്, സിട്രോവോറം ഫാക്ടർ ഓർ ലൂക്കോവോറിൻ എന്നും പറയുന്നു. ഇറ്റ് ഈസ് N10 ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ്. അപ്പോൾ ഈ ഒരു സംഭവം ഇതിപ്പോൾ നോർമൽ ടോക്സിറ്റി കുറയ്ക്കാനായിട്ട് മെത്തോട്രെക്സേറ്റിൻ്റെ നോർമൽ ടോക്സിറ്റി കുറയ്ക്കാനായിട്ട്
N10 ഫോർമൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി, ദിസ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇസ് നോൺ ആസ് ലുക്കോവോറിൻ റെസ്ക്യൂ. ആ ഒരു ലുക്കോവോറിൻ ആണ് അതിനെ റെസ്ക്യൂ ചെയ്യുന്നത്, ആ ടോക്സിറ്റി. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലുക്കോവോറിൻ റെസ്ക്യൂ. ആസ്പിരിൻ, പെൻസിലിൻ ആൻഡ് സൈക്ലോസ്പോറിൻ ആണ് നമ്മൾ റീനൽ എക്സ്ക്രീഷൻ ഓഫ് മെത്തോട്രെക്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ആസ്പിരിൻ, പെൻസിലിൻ ആൻഡ് സെഫ്ലോസ്പോറിൻ ഡ്രഗ്സ്, ദാറ്റ് ഈസ് പെൻസിലിൻ ആൻഡ് സെഫ്ലോസ്പോറിൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ആണ്. ആസ്പിരിൻ നിങ്ങൾക്ക് അറിയാം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്, അത് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. ആസ്പിരിനും പെൻസിലിനും ആൻഡ് സെഫ്ലോസ്പോറിൻ ആണ് നമ്മുടെ റീനൽ എക്സ്ക്രീഷൻ, മെത്തോട്രെക്സൈറ്റ് റീനൽ വഴി കിഡ്നി വഴി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മെത്തോട്രെക്സൈറ്റിന് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ആസ്പിരിൻ, പെൻസിലിൻ ആൻഡ് സെഫ്ലോസ്പോറിൻ. ഇറ്റ് വിൽ ഡിക്രീസ് ദ റീനൽ എക്സ്ക്രീഷൻ ഓഫ് മെത്തോട്രെക്സൈറ്റ്. പിന്നെ പ്രാലാട്രെക്സേറ്റ് എന്ന് പറയുന്ന ഒരു സിമിലർ ഡ്രഗ് ആണ് മെത്തോട്രെക്സൈറ്റ് പോലെ തന്നെ. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഫോർ പെരിഫറൽ ടി സെൽ ലിംഫോമ. പെരിഫറൽ ടി സെൽ ലിംഫോമയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് പാരാലാട്രെക്സേറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ്. ഇറ്റ് ഈസ് കോമൺ ലൈക്ക് മെത്തോട്രെക്സൈറ്റ്. പിന്നെ അടുത്ത ഡ്രഗാണ് സിറ്റാർബിൻ. സിറ്റാർബിൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സെറിബ്രൽ അറ്റാക്സിയ വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സിറ്റാർബിൻ. ദാറ്റ് ഈസ് സ്റ്റാർ പോയിന്റ്. സോ യു ഷുഡ് റിമെമ്പർ ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങളത് ഓർത്ത് വയ്ക്കണം. സിറ്റാർബിൻ കോസസ് സെറിബെല്ലാർ അറ്റാക്സിയ. ഇനി നമുക്ക് കീ പോയിന്റിലോട്ട് പോവാം, സ്റ്റാറിനകത്ത് വരുന്ന പോയിന്റിലോട്ട്. ഇൻ എക്സ്ട്രീം കേസസ്, അപ്പോൾ മെത്തോട്രെക്സൈറ്റിൻ്റെ ടോക്സിറ്റി കൂടുമ്പോൾ ക്യാൻ ബി ട്രീറ്റഡ് ബൈ ഡയാലിസിസ് വഴിയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗ്ലൂക്കോപിരിഡേസ് ഓർ മെത്തോട്രെക്സൈറ്റ് ക്ലീവിംഗ് എൻസൈമാണ്. അതായത് ഇപ്പോൾ മെത്തോട്രെക്സൈറ്റിൻ്റെ ടോക്സിറ്റി സെൽസിന് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ ഡയാലിസിസ് വഴിയോ അല്ലെങ്കിൽ ഗ്ലൂക്കാർപിഡേസ് എന്ന് പറഞ്ഞ ഡ്രഗ് വഴി, ദാറ്റ് ഈസ് എ മെത്തോട്രെക്സൈറ്റ് ക്ലീവിംഗ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ദാറ്റ് ഈസ് ഗ്ലൂക്കാർപിഡേസ്. ഇറ്റ് ഈസ് എ മെത്തോട്രെക്സൈറ്റ് ക്ലീവിംഗ് എൻസൈം. അത് ഓർത്ത് വയ്ക്കണം. നെക്സ്റ്റ് ഡ്രഗ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്യൂരിൻ അനലോഗ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്യൂരിൻ അനലോഗ്സിനെ കുറിച്ചാണ്. അപ്പോൾ പ്യൂരിൻ അനലോഗ്സിനകത്ത് വരുന്നതാണ് 6-മെർകാപ്റ്റോപ്യൂരിൻ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 5 ജെംസ് ഓഫ് സിനിമ ഫിലിം ആക്ടേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞു. സോ ദറ്റ് പ്യൂരിൻ അനലോഗ്സിനകത്ത് വരുന്നതാണ് 6-മെർകാപ്റ്റോപ്യൂരിൻ, 6-തയോഗുവാനിൻ. അതിനകത്ത് ഈ രണ്ട് ഡ്രഗും ദേ ആർ പ്യൂരിൻ ആൻറ്റി മെറ്റബോളൈറ്റ്സ് ആണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദി ഹൈപ്പോസാന്തിൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ്, ദാറ്റ് ഈസ് HGPRTase എന്ന് പറഞ്ഞ എൻസൈമാണ് ഈ രണ്ട് ഡ്രഗിനെയും, ദാറ്റ് ഈസ് 6-മെർകാപ്റ്റോപ്യൂരിനും 6-തയോഗുവാനിനും ആക്ടിവേറ്റ് ചെയ്യുന്നത് ഹൈപ്പോസാന്തിൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈം, ദാറ്റ് ഈസ് HGPRT. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ദാറ്റ് ഈസ് എൻ എൻസൈം വിച്ച് ഈസ് ആക്ടിവേറ്റഡ് ബൈ ദിസ് 2 ഡ്രഗ്സ്. ഓക്കെ, 6-മെർകാപ്റ്റോപ്യൂരിൻ എങ്ങനെയാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്? അത് മെറ്റബോളൈസ് ചെയ്യുന്നത് ബൈ സാന്തിൻ ഓക്സിഡേസ് വഴിയാണ് 6-മെർകാപ്റ്റോപ്യൂരിൻ മെറ്റബോളൈസ് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ദ സ്റ്റാർ പോയിന്റ്, ദാറ്റ് ഈസ് വെൻ അഡ്മിനിസ്ട്രേറ്റിംഗ് അലോങ് വിത്ത് അലോപ്യൂരിൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് ആയിട്ട് 6-മെർകാപ്റ്റോപ്യൂരിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ദ ഡോസ് ഓഫ് ദി 6-മെർകാപ്റ്റോപ്യൂരിൻ ഷുഡ് ബി റെഡ്യൂസ് ടു 1/4 ഓഫ് ദി ഒറിജിനൽ ഡോസ്. അതായത് നമ്മൾ അലോപ്യൂരിന് ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ 6-മെർകാപ്റ്റോപ്യൂരിനും നമ്മൾ അതിൻ്റെ ഡോസ് 1/4 ഓഫ് ദി ഒറിജിനൽ ഡോസ് കുറച്ചാലേ ഈ 6 അലോപ്യൂരിനോണ്ട് കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്യൂരിൻ ആൻറ്റി മെറ്റബോളൈറ്റ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന എന്തിനാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ലുക്കീമിയാസ്, ദാറ്റ് ഈസ് ബോത്ത് അക്യൂട്ടും ക്രോണിക് മൈലോയിഡ് ലുക്കീമിയാസിനും യൂസ് ചെയ്യുന്നത്. ലുക്കീമിയാസ് നിങ്ങൾക്ക് അറിയാമല്ലോ, മെയിൻലി ബ്ലഡ് ക്യാൻസർ. അത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയും അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയും. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ കൂടുതൽ കാണുന്നത് യങ് ചിൽഡ്രൻ അങ്ങനെയാണ് കാണുന്നത്. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ അഡൽട്സ്. So purine antimetabolites are used mainly for the treatment of leukemias, both acute leukemia and chronic leukemia. So point നിങ്ങൾ നോട്ട് ചെയ്യണം. Cladribine എന്ന് പറഞ്ഞ ഡ്രഗ് ഇറ്റ് ഈസ് എ പ്യൂരിൻ അനലോഗ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡീഗ്രഡേഷൻ ബൈ അഡിനോസിൻ ഡിയമീനേസ്. സോ ഇറ്റ് ഈസ് എ റെസിസ്റ്റൻറ്റ് ടു ഡിഗ്രഡേഷൻ. അതായത് അഡിനോസിൻ ഡിയമീനേസ് ആണ് അതിനെ റെസിസ്റ്റൻ്റ് ആക്കുന്നത് ബൈ adenosine deaminase. It is resistant to degradation. It is a drug of choice for നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെയറി സെൽ ലുക്കീമിയയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ക്ലാഡ്രിബിൻ. ഓക്കെ, റിമെമ്പർ ദാറ്റ് പോയിന്റ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ക്ലാഡ്രിബിൻ is a resistant to degradation by adenosine deaminase. അത് ട്രീറ്റ്മെൻറ്റ് ഫോർ ദി ഇറ്റ്സ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെയറി സെൽ ലുക്കീമിയയുടെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ യൂസ് ഓഫ് പെൻഡോസ്റ്റോസിൻ ആൻഡ് പെൻഡോസ്റ്റാറ്റിൻ വിത്ത് ഫ്ലൂഡ്രാബിൻ. ഫ്ലൂഡ്രാബിൻ ഇറ്റ് ഈസ് എ പ്യൂരിൻ അനലോഗാണ്. ആ പ്യൂരിൻ അനലോഗും പെൻഡോസ്റ്റാറ്റിനും യൂസ് എ പ്യൂരിൻ അനലോഗ് മേ ബി റിസൾട്ട് ഇൻ പൾമണറി, അതായത് സിവിയർ പൾമണറി ടോക്സിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ഈ പെൻഡോസ്റ്റാറ്റിനും
ഫ്ലൂഡ്രാബിനും ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും? സിവിയർ പൾമനറി ടോക്സിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. സോ ഇമ്മ്യൂണോ സപ്രഷൻ ഓൺ ലോങ് ടേം യൂസ് ആൻഡ് പേഷ്യൻറ്റ് ഷുഡ് ബി ഗിവൻ. അതുകൊണ്ട് ഈ ലോങ് ടേം ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇമ്മ്യൂണോ സപ്രഷൻ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ക്ലോട്രിമോക്സസോൾ കൊടുക്കണം. അതായത് നീമോസിസ്റ്റൈറ്റീസിൻ്റെ പ്രൊഫൈലാക്സിസ് ആയിട്ട് ക്ലോട്രിമോക്സസോൾ കൊടുക്കണം. അപ്പോൾ ഏതൊരു പേഷ്യൻറ്റും പെൻഡോസ്റ്റാറ്റിനും ഫ്ലൂഡ്രാബിനും എടുക്കുകയാണെങ്കിൽ ആ പേഷ്യൻസിന് ക്ലോട്രിമോക്സസോൾ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് നീമോസിസ്റ്റൈറ്റീസ് ആയിട്ട് കൊടുത്തിരിക്കണം. കാരണം അത് ലോങ് ടേം ആയിട്ട് ഇമ്മ്യൂണോ സപ്രഷൻ കോസ് ചെയ്യും പേഷ്യൻസിന്. So remember the point, pentostatin and fludorapine may result in severe pulmonary toxicity. So immunosuppression-ലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് ക്ലോട്രിമാക്സസോൾ ആസ് എ പ്രൊഫൈലാക്സിസ് ഓഫ് ന്യൂമോസിസ്റ്റൈറ്റീസ് ആയിട്ട് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂഡ്രാബിൻ ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. അത് ഓർത്ത് വെച്ചിരിക്കണം. അത് MCQസിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫ്ലൂഡ്രാബിൻ ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. പിരമിഡിൻ അനലോഗ്സ്, നെക്സ്റ്റ് ഡ്രഗ് കാറ്റഗറി വരുന്നത് പിരമിഡിൻ അനലോഗ്സ് ആണ്. ഓക്കെ, അപ്പം പിരമിഡിൻ അനലോഗ്സിനകത്ത് വരുന്ന 5 ഡ്രഗ് കാറ്റഗറീസ് ഉണ്ട്. അതിനകത്ത് വരുന്ന 5 ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സൈറ്റാർബിൻ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൈറ്റോസിൻ, ആർബിനോസിൻ, പിന്നെ 5-ഫ്ലൂറോയുറാസിൻ, ക്യാബിസിറ്റബിൻ ആൻഡ് 5-അസാസിറ്റഡിൻ ആൻഡ് ഡെസിറ്റബിൻ. ഓക്കെ, സോ വൺസ് മോർ ഐ വിൽ റിപ്പീറ്റ്: സൈറ്റാർബിൻ, ദെൻ 5-ഫ്ലൂറോയുറാസിൽ, ക്യാബിസിറ്റബിൻ, 5-അസാസിറ്റഡിൻ ആൻഡ് ഡിസിറ്റബിൻ. ഈ 5 ഡ്രഗ്സിനെ കുറിച്ച് ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയാൻ പോകുന്നത്. സോ സിറ്റാർബിൻ്റെ യൂസേഴ്സ്, ഇപ്പോൾ കീ പോയിൻറ്റ്സ് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അല്ല നമ്മൾ ഒരുപാട് റെഫർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ കീ പോയിൻറ്റ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഇനഫ് ഫോർ MCQ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ സൈറ്റാർബിൻ നകത്ത് പറയുന്നത് ഇറ്റ് ഈസ് എ സിംഗിൾ മോസ്റ്റ് എഫക്റ്റീവ് ഏജൻറ്റ് ഫോർ ഇൻഡക്ഷൻ ഓഫ് റെമിഷൻ ഇൻ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ. സൈറ്റാർബിൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആണ്. അതായത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ റെക്കറൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ദാറ്റ് ഈസ് യൂസ് ഫോർ എൻ എഫക്റ്റീവ് ഏജൻറ്റ് ഫോർ ഇൻഡക്ഷൻ ഓഫ് റെമിഷൻ. വീണ്ടും അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ റെക്കർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ് സൈറ്റാർബിൻ. ഹൈ ഡോസ് ഓഫ് സൈറ്റാർബിൻ എന്തിലേക്ക് ലീഡ് ചെയ്യും? ഇറ്റ് വിൽ ലീഡ് ടു ന്യൂറോടോക്സിറ്റി, ദാറ്റ് ഈസ് അറ്റാക്സിയ ആൻഡ് പെരിഫറൽ ന്യൂറോപ്പതി. അതായത് സൈറ്റാർബിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ന്യൂറോടോക്സിസിറ്റി കോസ് ചെയ്യും. അതായത് അറ്റാക്സിയും പെരിഫറൽ ന്യൂറോപ്പതിയാണ് അത് കോസ് ചെയ്യുന്ന സൈഡ് എഫക്ട്സ്. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഡ്രഗ് 5-ഫ്ലൂറോയുറാസിൽ. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു 5-DUMP. അതാണ് അതിന് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കൺവേർഷൻ. സോ ഇറ്റ്സ് എ മേജർ റൂട്ട് ഓഫ് മെറ്റബോളിസം ആണ് അതിൻ്റെ. ഇറ്റ് ഈസ് ബൈ കൺവേർഷൻ ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ അത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി പാത്വേ വഴിയാണ് 5-ഫ്ലൂറോയുറാസിൽ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കോവോറിൻ. അത് 5-ഫ്ലൂറോയുറാസിലിൻ്റെ ആക്ഷനെ ഓഗ്മെൻറ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ആക്ഷൻ ഓഫ് 5-ഫ്ലൂറോയുറാസിൽ. അതാണ് ലൂക്കോർവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ലൂക്കോർവിൻ ഓഗ്മെൻറ്റ്സ് ആക്ഷൻ ഓഫ് 5-ഫ്ലൂറോയുറാസിൻ. അടുത്ത ഡ്രഗ് ക്യാബിസിറ്റബിൻ. ക്യാബിസിറ്റബിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓറൽ പ്രോ ഡ്രഗ് ഓഫ് 5-ഫ്ലൂറോയുറാസിലിൻ്റെ പ്രോ ഡ്രഗാണ് ക്യാബിസിറ്റബിൻ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈപ്പർ ബിലുറുബിനീമിയ. ദാറ്റ് ഈസ് നമ്മുടെ ബിലുറുബിൻ്റെ അളവ് കൂടുമ്പോൾ, ദാറ്റ് ഈസ് ഇൻ ഹൈപ്പർ ബിലുറുബിനിമിയ. ജെമിസിറ്റബിൻ ഈസ് എ വെരി പൊട്ടൻറ്റ് റേഡിയോ സെൻസിറ്റൈസർ. അപ്പോൾ ജെമിസിറ്റബിൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡ്രഗാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ജെമിസിറ്റബിൻ ഈസ് എ വെരി പൊട്ടൻറ്റ് റേഡിയോ സെൻസിറ്റൈസർ. അപ്പോൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ അത് കൂടുതൽ അബ്സോർബ് ചെയ്ത് അതിന് ആക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതിനെ പ്രൊമോട്ട് ചെയ്യും. സോ വെരി പൊട്ടൻറ്റ് റേഡിയോ സെൻസിറ്റൈസർ ആണ് ജെമിസിറ്റബിൻ. 5-അസെറ്റഡിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഡ്രഗ് അതിനകത്ത് വരുന്നതാണ്. പിരമിഡിൻ്റെ അനലോഗ്സിനകത്ത് വരുന്ന ഡ്രഗാണ് 5-അസെറ്റഡിൻ. ആഡ്സ് ബൈ DNA ഹൈപ്പോമീഥൈലേഷൻ വഴിയാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മൈലോഡിസ്പ്ലേസിയ. മൈലോഡിസ്പ്ലേസിയയുടെ ട്രീറ്റ്മെൻറ്റിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗ് കൂടിയാണ് 5-അസാസിറ്റഡിൻ. സോ അടുത്ത സ്റ്റാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ആൻഡ് ഫുഡ് സിൻഡ്രോം. ഹാൻഡ് ആൻഡ് ഫുഡ് സിൻഡ്രോം കോസ് ചെയ്യുന്ന 3 ഡ്രഗാണ് 5-ഫ്ലൂറോയുറാസിൽ, ക്യാബിസിറ്റബിൻ ആൻഡ് ഡോക്സിറുബിസിൻ. അപ്പോൾ ഒരു 5-ഫ്ലൂറോയുറാസിൽ ഒരു പ്യൂരിൻ അനലോഗ് ഉണ്ട്, ഒരു പിരമിഡിൻ അനലോഗ് ഉണ്ട്, അതുപോലെ തന്നെ ആന്ത്രാസൈക്ലിൻസ് അതായത് ആൻറ്റി മെറ്റബോളൈറ്റീസ് ആയിട്ട് വരുന്ന ഡോക്സിറുബിസിനുണ്ട്. ഓക്കെ, ആൻറ്റി മെറ്റബോളൈറ്റീസ് ആയിട്ട് വരുന്ന ഡോക്സിറുബിസിനുണ്ട്, ക്യാബിസിറ്റബിനുണ്ട്, 5-ഫ്ലൂറോയുറാസിൽ. The hand and food syndrome is caused by 5-ഫ്ലൂറോയുറാസിൽ, ക്യാബിസിറ്റബിൻ ആൻഡ് ഡോക്സിറുബിസിൻ. ഈ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വേർഡ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് MCQസിൽ. സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. അപ്പോൾ എന്താണ് ഹാൻഡ് ആൻഡ് ഫുഡ് സിൻഡ്രോം കോസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എറിത്രോമയാൽജിയ. അതായത് ടിംഗ്ലിംഗ് സെൻസേഷൻ, നംനെസ് ഉണ്ടാവും,
പെയിൻ ഉണ്ടാവും, പിന്നെ എറിത്തീമിയ, സ്വെല്ലിംഗ് ആൻഡ് ഇൻക്രീസ് പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ ഹാൻഡ് ആൻഡ് ഫുട്ടിലാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാൻഡ് ആൻഡ് ഫുട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്തൊക്കെ ഫോം ഓഫ് എറിത്രോമയാൽജിയ, ദറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ആസ് ടിംഗ്ലിംഗ്, നംബ്നെസ്, പെയിൻ, എറിത്തീമ, സ്വെല്ലിംഗ് ആൻഡ് ഇൻക്രീസ് പിഗ്മെൻറ്റേഷൻ. ഈ സിംറ്റംസ് ഒക്കെ ഈ ഒരു ഹാൻഡ് ആൻഡ് ഫുട്ട് സിൻഡ്രോമിൽ കാണുന്നതാണ്. അടുത്ത ഡ്രഗ് ജെമിസിറ്റബിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പാൻക്രിയാറ്റിക് ക്യാൻസർ. പാൻക്രിയാറ്റിക് ക്യാൻസറിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ് ജെമിസിറ്റബിൻ. ഇനി ഓരോ ആൻറ്റി മെറ്റബോളൈറ്റീസും അതിൻ്റെ ഡിസ്റ്റൻറ്റീവ് ആയിട്ടുള്ള ടോക്സിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡിസ്റ്റൻറ്റീവ് ടോക്സിസിറ്റീസ് ഓഫ് ആൻറ്റി മെറ്റബോളൈറ്റ്സ്. ഓരോ ഡ്രഗും അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടോക്സിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് 6-മെർകാപ്റ്റോപ്യൂരിൻ ആൻഡ് 6-തയോഗ്വാനിൻ. ദിസ് ആർ ദി ദേ വിൽ കോസ് ഹെപ്പാറ്റോടോക്സിറ്റി. അപ്പോൾ 6-മെർകാപ്റ്റോപ്യൂരിനും 6-തയോഗ്വാനിൻ കോസ് ചെയ്യുന്നത് ഹെപ്പാറ്റോടോക്സിറ്റിയാണ്. പിന്നെ മെത്തോട്രെക്സേറ്റ് കോസ് ചെയ്യുന്ന ടോക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂക്കോസൈറ്റീസ് ആൻഡ് ഹെപ്പാറ്റോടോക്സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കോസ. 5-ഫ്ലൂറോയൂറോസിൽ കോസ് ചെയ്യുന്നതാണ് ഹാൻഡ് ആൻഡ് ഫുട്ട് സിൻഡ്രോം ആൻഡ് ന്യൂറോടോക്സിറ്റി. ഹാൻഡ് ആൻഡ് ഫുട്ട് സിൻഡ്രോം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ 5-ഫ്ലൂറോയൂറാസിലിൻ്റെ ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂറോടോക്സിറ്റി. പിന്നെ ക്യാബിസിറ്റബിൻ്റെ ടോക്സിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഡ്രഗാണ് നേരത്തെ കോസ് ചെയ്തിരുന്നത്. 5-ഫ്ലൂറോയൂറാസിൽ, ക്യാബിസിറ്റബിൻ ആൻഡ് ഡോക്സോറൂബിസിൻ ഹാൻഡ് ആൻഡ് ഫുട്ട് സിൻഡ്രോം കോസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ക്യാബിസിറ്റബിൻ ഹാൻഡ് ആൻഡ് ഫുട്ട് സിൻഡ്രോം കോസ് ചെയ്യും ഹൈപ്പർ ബിലിറുബിനീമിയ. നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ് അത്. പിന്നെ സിറ്റാർബിൻ കോസ് ചെയ്യുന്നതാണ് സെറിബെല്ലർ അറ്റാക്സിയം. പിന്നെ ഫ്ലൂഡാർബിൻ കോസ് ചെയ്യുന്നതാണ് ആർത്രാൽജിയ. ജെമിസിറ്റബിൻ കോസ് ചെയ്യുന്നതാണ് ഡയറിയ. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഡ്രഗുകളുടെ ഒരു കോമ്പിനേഷൻ ടോക്സിറ്റീസ് ആണ് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു ടാബ്ലർ കോളം ഇതുപോലെ വരച്ച് നിങ്ങൾക്കത് ഓർമ്മയിൽ വയ്ക്കാം. ഓക്കെ, അല്ല നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓൾ ന്യൂപ്ലാസ്റ്റിക് ആൻറ്റി മെറ്റബോളൈറ്റ്സ് ക്യാൻ കോസ് ബോൺ മാരോ സപ്രഷൻ. എല്ലാ ആൻറ്റി മെറ്റബോളൈറ്റ്സിനും ബോൺ മാരോ സപ്രഷൻ കോസ് ചെയ്യും. അതൊരു കോമൺ സൈഡ് എഫക്ട്സ് ആണ്. അതുപോലെ തന്നെ ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ക്രോണിക് ലുക്കീമിയാസ്. അത് നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് ആണ്. വെറസ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് ആർ കോമൺലി യൂസ് ഫോർ അക്യൂട്ട് ലുക്കീമിയാസ്. അത് നോട്ട് ചെയ്യണം. ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ഫോർ ക്രോണിക് ലുക്കീമിയാസ്, വെറസ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് ആർ കോമൺലി യൂസ് ഫോർ acute leukemias. Okay, chronicum acutum, A for chronic and anti-metabolites, anti for acute leukemias. Okay, so next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയോ സെൻസിറ്റൈസേഴ്സ്. നമ്മൾ പറഞ്ഞു റേഡിയോ സെൻസിറ്റൈസർ ഓരോ ഡ്രഗ് കൊടുക്കുമ്പോൾ ഇപ്പോൾ റേഡിയേഷൻ്റെ എഫക്റ്റ്, ആ റേഡിയേഷൻ ഡോസിന് എഫക്റ്റ് റേഡിയോ സെൻസിറ്റൈസർ ആ ഡ്രഗ് അത് അബ്സോർബ് ചെയ്യും. നമ്മൾ ആ റേഡിയേഷൻ കൊടുക്കുമ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഈ ഒരു കാറ്റഗറി. അതിന് നമ്മൾ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ന്യൂമോണിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡ്രഗിലേക്ക് പോകും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ന്യൂമോണിക്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, ജെമിസിറ്റബിൻ, ഡാക്ടിനോമൈസിൻ, മെട്രോണിഡാസോൾ, 5-ഫ്ലൂറോയൂറാസിൽ, മൈറ്റോസിൻസ് ആൻഡ് ഹൈഡ്രോക്സി യൂറിയ, ഫ്ലൂഡാർബിൻ, പാൽസിടാക്സിൽ ആൻഡ് ആരിനോടെക്കാൻ. ഇതാണ് ഡ്രഗ്സ്. അപ്പോൾ ഈ ഡ്രഗ്സിന് നമുക്ക് ഇതിനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ജെമിസിറ്റബിൻ്റെ ജി, ദറ്റ് ഈസ് ജനറൽ. പിന്നെ ഡാക്ടിനോമൈസിൻ്റെ DM, മെട്രോണിഡോസോളിൻ്റെ M, ആൻഡ് 5-ഫ്ലൂറോയൂറാസിലിൻ്റെ 5, ആൻഡ് മൈറ്റോമൈസിൻ്റെ C. സോ അങ്ങനെ പിന്നെ മൈറ്റോമൈസിൻ്റെ M, പിന്നെ ഹൈഡ്രോക്സി യൂറിയയിലെ H, ആൻഡ് ഫ്ലൂഡാർബിയിലെ F, പിന്നെ പാൽസിടാക്സിലെ P. അങ്ങനെ നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ജനറൽ DM ഓഫ് 5 സ്റ്റാർ, 5 സ്റ്റാറിൻ്റെ ജനറൽ 5 സ്റ്റാർ കമ്പനി, 5 സ്റ്റാർ ചോക്ലേറ്റ്സ് നിങ്ങൾക്കറിയാം. അപ്പോൾ 5 സ്റ്റാർ ചോക്ലേറ്റിൻ്റെ ജനറൽ DM എന്ത് ഗോട്ട് മഹേന്ദ്ര ഹോണ്ട എന്ന് പറഞ്ഞ ബൈക്ക് കിട്ടി. അത് എങ്ങനെയാണ് കിട്ടിയത്? ഫുൾ പാക്കപ്പിൽ. അങ്ങനെ നമുക്ക് റേഡിയോ സെൻസിറ്റൈസ് നോക്കാം. ദാറ്റ് ഈസ് ജെമിസിറ്റബിൻ, ഡാക്ടിനോമൈസിൻ, DM ആൻഡ് മെട്രോണിഡാസോൾ, ദെൻ 5-ഫ്ലൂറോയൂറാസിൽ 5, ആൻഡ് മൈറ്റോമൈസിൻ മഹേന്ദ്ര, ദെൻ ഹൈഡ്രോക്സിയൂറിയ ഹോണ്ട, ഫ്ലൂഡാർബിൻ ഫുൾ, ആൻഡ് പാൽസിഡാക്സിൽ പാക്ക്. അങ്ങനെ നമുക്ക് ജനറൽ DM ഓഫ് 5 സ്റ്റാർ ഗോട്ട് മഹേന്ദ്ര ഹോണ്ട ഫുൾ പാക്ക്. അങ്ങനെ നമുക്ക് റേഡിയോ സെൻസിറ്റൈസറിനെ ഓർക്കാം. ഓക്കെ.